ജിമിൻ കണ്ണിമ വെട്ടാതെ അവളെ തന്നെ നോക്കി നിന്നു. ജിമിനെ, സോറി ചേട്ടാ, ഞാൻ അറിയാതെ. നീ താൻ സോറി ഒന്നും പറയണ്ട, ഞാൻ അറിയാതോ തട്ടിയത്. അപ്പൊ നിനക്ക് സോറിയൊക്കെ ചോദിക്കാൻ അറിയാം. ആഹാ, കുതിരപ്പല്ലൻ ഇവിടെ ഉണ്ടായിരുന്നോ? എടി മതി മതി, നിർത്തിക്കേ. അല്ല, നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് ജിയ, ഇതെന്റെ ഫ്രണ്ട് മിയ. അപ്പൊ പിന്നെ ഈ കുക്കി? ഓ, അതെന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാ. സ്നേഹമുള്ളവരൊക്കെ അങ്ങനെ വിളിക്കും. ഓ, അപ്പൊ സ്നേഹമില്ലാത്തവരോ? ഞാൻ വായടച്ച്. എന്നാ പിന്നെ ഞാൻ കുക്കിന്ന് വിളിക്കട്ടെ? പിന്നെന്താ, വിളിച്ചോ. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ, ഇപ്പൊ ഒരു ബസ്സുണ്ട്. ആടാ, ശരി. എന്നാ പിന്നെ ശരി. ടാറ്റ കുതിരപ്പല്ലാന്റെ കടവേ. എനിക്ക് ഇവളെ അത്ര പിടിക്കുന്നില്ല കേട്ടോ. പോട്ടേടാ, വിട്ടേക്ക്, കൊച്ചുള്ളവരല്ലേ. ശരി. തിരികെ ഹോസ്റ്റലിൽ വന്നിട്ടും ജിമിന്റെ മനസ്സ് കാറ്റത്ത് പറന്നു പോകുന്ന പട്ടം കണക്കെയായിരുന്നു. നിനക്ക് എന്നാ പറ്റി? എന്തു ആലോചിച്ച് കൂട്ടുന്നത്? എനിക്കെന്നാ പറ്റാനാ? നീ കൂടുതലൊന്നും ഉരുണ്ട് കളിക്കണ്ട, രാവിലെ തൊട്ട് ഞാനും ശ്രദ്ധിക്കുന്നേ. ഒന്നുമില്ലടാ. ഞാൻ ഡയറക്റ്റായിട്ടങ്ങ് ചോദിക്കാം, അവളെ കാണുമ്പോ മോൻ എന്താ ഇത്ര ഇളക്കം? ഇതുവരെ പെമ്പിള്ളാരെ കാണാത്തൊരു ഫീല്. പിന്നെ ഒന്ന് പോയടാ. ജിമിൻ അവന്റെ ഗിത്താർ എടുത്തു. പിറ്റേ ദിവസം പതിവ് പോലെ അവർ ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിക്കുമായിരുന്നു. അപ്പോഴാണ് കുക്കിയും മിയും അതുവഴി വന്നത്. ജിമിൻ അവരെ അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ച് സംസാരിക്കുകയായിരുന്നു. ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയി. ഈ സമയങ്ങളിൽ ജിമിൻ കുക്കിയോട് കൂടുതൽ അടുത്തു. കോളേജിൽ മുഴുവൻ അവർ നല്ല കപ്പിൾസ് ആണെന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നു. അങ്ങനെ അവൻ പതിയെ പതിയെ അവൻ്റെ ഉറ്റ സുഹൃത്തിൽ നിന്നും അകലാൻ തുടങ്ങി. അതവരെ നല്ലപോലെ ബാധിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം പതിവ് പോലെ ഹോബിയും വിയും ക്യാൻറ്റീനിൽ ഇരിക്കുമായിരുന്നു. ജിമിൻ അവരെ കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് വന്നു. അവർ അവനെ കണ്ടിട്ട് ഒന്നും മിണ്ടിയില്ല. അവർ അവരുടെ സെം എക്സാമിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പതിയെ പതിയെ അവർ അവനെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് അവന് തന്നെ തോന്നി. അവൻ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവർ മൈൻഡ് പോലും ചെയ്തില്ല. ജിമിനത് വളരെ സങ്കടമായി. ലഞ്ച് കഴിഞ്ഞ് വീണ്ടും ജിമിൻ അവരോട് സംസാരിക്കാൻ ചെന്നു. അപ്പോഴേക്കും കുക്കി അവിടേക്ക് വന്നു. ജിമിനെ, എനിക്കിന്നോടൊരു കാര്യം പറയാനുണ്ട്, കുറച്ച് പേഴ്സണലാ. കുറച്ച് കഴിഞ്ഞ് മതിയോ? പോരെ മോനെ, ഇപ്പൊ തന്നെ വേണം, അത്രയ്ക്ക് സീരിയസാ. ഇതും പറഞ്ഞ് അവൾ അവനെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി. ഹോബിയും വിയും മുഖത്തോട് മുഖം നോക്കി. എന്നാലും അവക്ക് എന്തായിരിക്കും അവനോട് പേഴ്സണലായിട്ട് പറയാനുള്ളത്? എനിക്കെങ്ങനെ അറിയാനാ? ഇതൊക്കെ എന്നോട് എല്ലാരും പറഞ്ഞോണ്ടാണോ ഇരിക്കുന്നത്? അതിന് നീ എന്തിനാ ചൂടാവുന്നേ? നമുക്ക് പോയെന്ന് നോക്കിയാലോ? ഞാനില്ല, വേണ നീ അങ്ങോട്ട് പോയി നോക്ക്. എന്നാ ശരി, ഞാൻ പോയി നോക്കിട്ട് വരാവേ. ഹോബി ജിമിനെയും കുക്കിയെയും തിരക്കി ഇറങ്ങി. ഇതേ സമയം കുക്കിയും ജിമിനും ആളൊഴിഞ്ഞ ഒരു ക്ലാസ് റൂമിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. എന്തേലും കാണാൻ പറ്റുന്നുണ്ടോടാ? നീയോ? നീ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ നീ അങ്ങോട്ട് നോക്ക്, അവരെന്താ ചെയ്യാൻ നോക്ക്. ഇനി നീ ഒന്ന് മിണ്ടായിരി, എങ്കിലല്ലേ അവരും പറയുന്ന കേൾക്കൂ. അവർ അവിടേക്ക് കാതോർത്തു. എടാ, എനിക്കിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നീ ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നീ കാര്യം എന്താന്ന് പറ. അത് പിന്നെ എനിക്കൊരാളെ ഇഷ്ടാ. നിനക്ക? ആരാ ആള്? എനിക്കറിയാവുന്ന ആരെങ്കിലും ആണോ? അത് പിന്നെ നീ ഇതും പറഞ്ഞ് കുക്കി ജിമിനെ നോക്കി. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി. വീയും ഹോബിയും അവിടെ നിന്നിറങ്ങി. ഈവനിങ് ആയി. എല്ലാവരും ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള തിരക്കിലായി. ജിമിൻ ഹോബിയെയും വീയെയും തിരക്കി നടന്നു, പക്ഷെ അവരെ കാണാൻ സാധിച്ചില്ല. ഉച്ച കഴിഞ്ഞ് അവർ ക്ലാസ്സിൽ പോലും കയറിയില്ല. ജിമിൻ അവരെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചു, പക്ഷെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ തെല്ലൊരു വിഷമത്തോടെ വീട്ടിലേക്ക് മടങ്ങി. ഹോസ്റ്റലിൽ ചെന്നിട്ടും അവരെ കാണാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം അവൻ കോളേജിൽ വന്ന ഉടനെ അവരെ തിരക്കി, പക്ഷെ അവിടെ അങ്ങ് അവരെ കാണാൻ സാധിച്ചില്ല. അന്നത്തെ ദിവസം അവർ ക്ലാസ്സിലും വന്നില്ല. ജിമിൻ അവരെ നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരല്ലാതെ അവൻ ഒറ്റപ്പെടുന്ന പോലെ തോന്നി. അടുത്ത ദിവസം അവർ കോളേജിൽ വന്നു. ജിമിൻ അവരെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. നീയൊക്കെ എവിടെ ആയിരുന്നടാ? ഒറ്റ എണ്ണത്തിനെ വിളിച്ച ഫോൺ എടുക്കത്തില്ല, ഹോസ്റ്റലിലും കയറത്തില്ല. ഞാൻ എന്തോത്ര ടെൻഷനായി നിനക്കൊക്കെ അറിയോ? ആരും നീ ഞങ്ങളെ മിസ് ചെയ്തെന്നോ? കൊള്ളാലോ. അതിന് നിനക്ക് ഞങ്ങളെ ഓർമ്മയുണ്ട്, നിങ്ങളെ പേരൊക്കെ അറിയോ? അല്ല, നീ ഫുൾ ടൈം നിന്നെ കുക്കിയുടെ കൂടെ ആണല്ലോ. എന്ത് പറ്റി ഞങ്ങളൊക്കെ ഓർക്കാൻ?
അതോ അവളെങ്ങാനും ഇട്ടിട്ട് പോയോ? ഇതെല്ലാം കേട്ടോണ്ട് കുക്കിയും മീയും അതുവഴി വന്നു. ആഹാ, എന്താ ആയുസ്, തല്ലിക്കൊന്നാലും ചാവൂല. ഹോബി, നീ സൂക്ഷിച്ച് സംസാരിക്കണം. ഓ ഓ ഓ, അവളെ പറഞ്ഞപ്പ കൊണ്ട് നിനക്ക് അവളോട് കറങ്ങി നടക്കാം. നമ്മളൊന്നും പറയാൻ പറ്റത്തില്ല, ഞങ്ങളെല്ലാം അറിയുന്നുണ്ട്. എന്തറിഞ്ഞു എന്നാ നീയൊക്കെ ഈ പറയുന്നേ? ഇനി നീ കൂടുതലൊന്നും പറയാൻ, നീയും ഇവളും തമ്മിൽ. ജിമിൻ ഹോബിയുടെ ഷട്ടിൽ കയറി പിടിച്ചു. അപ്പോഴേക്കും വി അവരുടെ ഇടയിൽ കയറി അവരെ മാറ്റി നിർത്തി. എന്നിട്ട് ഹോബി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. ജിമിൻ വിയുടെ കയ്യിൽ കയറി പിടിച്ചു. നീയൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ? എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? ഓഹോ ശരി, എന്നാ പറ, ഇവള് നിന്റെ ആരാ? ഇവളെന്റെ വേണ്ട വേണ്ട, പറയാൻ ബുദ്ധിമുട്ട് കാണും. എടാ പറയാം, ഇവളെന്റെ എല്ലാവാ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, എന്റെ സിസ്റ്റർ, അങ്ങനെ എന്റെ എല്ലാം. എന്നാലും നിന്റെ ലവറാണെന്ന് നീ സമ്മതിക്കരുതേ. നീയൊക്കെ എന്നായി പറയുന്നേ? നമുക്ക് ഒരിക്കലും എന്റെ ലവർ ആവാൻ കഴിയില്ല. അതെന്നാ കാരണം? കാരണം ഞാൻ പറയാം, എനിക്കൊരാളെ ഇഷ്ടം. അത് നിങ്ങൾ തരുന്ന പോലെ ജിമിനല്ല. ജിമിനല്ലെങ്കിൽ പിന്നാരാ? ഞാൻ +1 പഠിക്കുമ്പോഴാണ് അയാളെ ആദ്യമായിട്ട് കണ്ടേ. എൻ്റെ സീനിയറാണെന്ന് കണ്ടപ്പോഴേ തോന്നി. അവൻ്റെ മത്തങ്ങ കണ്ണും ചപ്ര തലയും പുഴുവിനെ പോലെയുള്ള ചാട്ടവും കണ്ടപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടമായി. അവനെ അറിയാതെ തന്നെ ഞാൻ കുറേ ഫോളോ ചെയ്തു. അങ്ങനെ സെക്കൻഡ് ഇയർ വന്നു. അപ്പോഴത്തേക്കിനും അവൻ അവിടുന്ന് പോയി. പിന്നെ അവനെ തിരക്കുള്ള നടപ്പായിരുന്നു. ലാസ്റ്റ് അവൻ്റെ കോളേജ് കണ്ടുപിടിച്ചു, അവിടെ അഡ്മിഷൻ എടുത്തു. പക്ഷേ ഇതുവരെ എനിക്ക് അവനോടത് പറയാൻ പറ്റിയില്ല. ലവ് സ്റ്റോറി. നീ ലാഗടിപ്പിക്കാത്ത ആരാന്ന് പറ. ഇത് പറഞ്ഞു നിർത്തിയതും ഒരു ചെറിയ പുഞ്ചിരിയുടെ കുക്കി ഹോബിയെ നോക്കി, പിന്നാലെ ജിമിൻ നോക്കി, പിന്നെ വി, അത് കഴിഞ്ഞ് മിയ. ഇവരുടെ നോട്ടം കണ്ടിട്ട് കിളി പോയ രീതിയിൽ ഹോബി ചുറ്റും നോക്കി. എടാ പൊട്ടാ, നിനക്ക് മനസ്സിലായില്ലേ? എടാ കുതിരപ്പല്ല, എനിക്കിന്ന് ഇഷ്ടം. എന്ത്? എന്നെ? അതെ, നിന്നെ തന്നെ. എന്റെ വിശ്വാസമായില്ലേ? ഇപ്പൊ നിന്റെ സംശയമൊക്കെ മാറിയടാ മോനെ. എന്ത് സമാധാനം, അത് പോയടാ. എടാ മോനെ ഹോബി, നിന്റെ വിചാരം എന്താ? ഞങ്ങളൊന്നും അറിയില്ലെന്നോ? എന്ത്? നീ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ജസ്റ്റിനെ ചെന്ന് അടിച്ചെന്നോ ചീത്ത പറഞ്ഞെന്നോ ഞാൻ അറിഞ്ഞല്ലോ. സത്യമാണോടാ? ഓ അല്ലാതെ. അതെ അത് സത്യമാ. നീ എന്തിനാ അവനെ പോയി തല്ലിയേ? അത് പിന്നെ എനിക്കറിയാവുന്നൊരു കൊച്ചിനെ അവൻ ചെന്നൊന്ന് തോണ്ടി, അതുകൊണ്ടാ. ഓ, ആ കൊച്ചിന്റെ പേര് കൂക്കി, അതായത് ജിയ എന്നായിരിക്കുമല്ലേ? അതെ. അല്ലല്ല, അവളുടെ പേര് രേഷ്മ. എനിക്ക് വട്ടല്ലേ ഇവളുടെ ഒക്കെ പേര് ചെന്ന് വഴക്കുണ്ടാക്കാൻ. ആഹാ അങ്ങനെ. എന്നാ ശരി, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ നോക്കിക്കോളാം. എന്തായാലും കോളേജ് മൊത്തം ഞങ്ങൾ ലവേഴ്സ് ആണെന്നാണല്ലോ പറയുന്നത്. അത് വേണ്ട, അതെന്റെ മുന്നേ വേണ്ടത്തി. ജിമിനേട്ടാ. കുക്കി. ഓ നിർത്ത്. ശരിക്കും എനിക്ക് അവളെ ഇഷ്ടം. എന്നാ ആദ്യമായിട്ട് കണ്ടപ്പോഴേ എനിക്കിഷ്ടം തോന്നിയതാ. പിന്നെ ഇവളോട് സംസാരിക്കാൻ എനിക്കറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ ഈ വഴക്കാരനെ ഞാൻ ഒരു മാർഗമാക്കി. അങ്ങനെ ഇവളോട് കൂടുതൽ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇവളെ കുറെ ഫോളോ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരു ദിവസം നിങ്ങള് ക്ലാസ് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നതും ഇവള് നിന്നെ പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ കണ്ടേ. അതോടെ ഞാൻ എല്ലാം നിർത്തിയതാ. ഇപ്പൊ നിനക്ക് സമാധാനമായി കാണുമല്ലോ. അപ്പൊ പിന്നെ ഇവളിൽ നിന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തില്ലേ? എടാ പൊട്ടന്മാരെ, എന്തേലും ഒളിഞ്ഞു നിന്ന് കേൾക്കുവാണെങ്കിൽ അത് മുഴുവനെങ്കിലും കേട്ടൂടെ? ഇത് ചുമ്മാ. ഓ നീ പറ. അന്ന് ഹോബിയുടെ കാര്യം അവൾ എന്നോട് പറഞ്ഞേ. ആദ്യം ഞാൻ വിചാരിച്ചു എന്നോട് തന്നെ ഇഷ്ടമെന്ന് പറയുമെന്നായിരുന്നു. പറഞ്ഞപ്പോ ഞാൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോയി. കണ്ണോളാരല്ലേ ഈ കുതിരപ്പല്ലിനൊക്കെ നോക്കൂ. എനിക്ക് കോടിക്കണക്കിന് പെൺപിള്ളേര് ഫോളോവേഴ്സ് ഉള്ളതാ, ആരാധകരെ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ജിമിൻ, എന്റെ കുതിരപ്പല്ലനെ ഞാൻ മാത്രം അങ്ങനെ വിളിച്ചാൽ മതി, കേട്ടല്ലോ? ഓ ശരി മേഡം. അപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ? എപ്പോഴാണ് പ്രപ്പോസ് ചെയ്യുന്നത്? അയ്യടി, മോൾ എന്നാണോ എന്നെ സ്നേഹത്തോടെ ഇച്ഛായ എന്ന് വിളിക്കുന്നത് അന്ന് ഞാൻ ഇന്ന് പ്രപ്പോസ് ചെയ്യും. നീ പോടാ കുതിരപ്പല്ല. കുതിരപ്പല്ല നിന്റെ മറ്റവൻ. നീ പൊടി മൊയിലുംപല്ലി. അയ്യോ മതി, അത് നിർത്തിക്കേ. തുടക്കത്തിലേ ഇതിങ്ങനെ, ഇനി അവസാനത്തേക്ക് എന്താകോ എന്റെ കർത്താവേ. ശരി കുഞ്ഞാടികളെ, ബനാന മിൽക്ക് തറവാട്ടിലെ കുക്കി മോൾക്ക് സ്പൈപ്പറമ്പിൽ ഹോബിയെ പ്രേമിക്കാൻ സമ്മതമാണോ? സമ്മതമാണച്ചോ.
സ്പ്രൈറ്റ് പറമ്പിലെ ഹോബിക്ക് ബനാന മിൽക്ക് തറവാട്ടിലെ കുക്കിമോളെ പ്രേമിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. ഇനി രണ്ടും വഴക്കുണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങി ഇരുന്നാണ് കേട്ടല്ല. അപ്പാളിയ ഓൾ ദി ബെസ്റ്റ്. ഇനി വേണം എനിക്ക് എൻ്റെ അളിയന്മാർക്ക് പെണ്ണിനെ സെറ്റായി കൊടുക്കാൻ. അത് വേണ്ട, നീ ബുദ്ധിമുട്ടണ്ട. എനിക്ക് വേണ്ടി ഞാൻ ഒരാളെ നോക്കി വെച്ചിട്ടുണ്ട്. ജിമിൻ മിയെ ഒന്ന് നോക്കി. എടാ കള്ള, ശരിക്കും? എടാ എനിക്ക് ലൈബ്രറി പറയുന്നു പോകാനുണ്ട്, ഒരത്യാവശ്യം. ഞാൻ പോയിട്ട് വരാം. പതിയെ അവൻ ലൈബ്രറിയിലേക്ക് നടന്നു. ഇടയ്ക്കെപ്പോഴും അവൻ തിരിഞ്ഞു നോക്കി. ജിമിനും ഹോബിയും തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി സന്തോഷത്തിലാണ്. അവൻ വീണ്ടും നടന്നു. അങ്ങനെ ലൈബ്രറിയിലെത്തി. അവൻ സ്ഥിരമായി ഇരിക്കാനുള്ള സീറ്റിലേക്ക് നടന്നു. ഷെൽഫുകളുടെ ഇടയിലൂടെ നടന്നപ്പോൾ പെട്ടെന്ന് ആരെയോ കണ്ടു. അയാൾ വന്ന് വിയെ തട്ടി. സോറി, ഞാൻ അറിയാതെ. വി ഒന്ന് തല ഉയർത്തി നോക്കി. വി ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഇതെവിടെ എവിടെയോ മുമ്പ് കണ്ടുപോലെ. ഇറ്റ്സ് ഓക്കെ, ഞാൻ പൊക്കോ. അയാൾ മുന്നോട്ട് നടന്നു. എക്സ്ക്യൂസ് മീ, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. എന്നെയോ? അതെ, തന്നെ. തന്റെ പേരെന്താ? ജങ്കുക്ക്. സോറി ചേട്ടാ, കുറച്ച് ബിസിയാണ്, പോവാം. ജങ്കുക്ക് അവിടെ നിന്ന് നടന്നു. അപ്പോഴേക്കും വിയെ പറയിൽ നിന്ന് ആരോ വിളിച്ചു. നീ ഇതെവിടെ ആയിരുന്നു? ഞാൻ ഈ ലൈബ്രറി മുഴുവൻ നിന്നെ തപ്പി. എന്താ കാര്യം? എടാ നിനക്കിത് എന്തു പറ്റി? എന്താ നീ ഇപ്പൊ എന്നോടൊന്നും മിണ്ടാത്ത? എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എന്നാടാ കാര്യം പറഞ്ഞീ? എനിക്കാ? എനിക്കെന്തോ പറ്റാനാ? ഒന്നും പറ്റിയിട്ടില്ലായിരിക്കും, പക്ഷെ എന്തോ പോലെ. അല്ലടാ, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്താ നിന്റെ മീൻ ജിയോ ഒക്കെ പോയോ? നീ എന്താടാ ഇങ്ങനൊക്കെ സംസാരിക്കുന്നേ? നീ എന്റെ സോൾമേറ്റ് അല്ലേ? അതൊക്കെ പണ്ടല്ലായിരുന്നോടാ, ഇപ്പൊ അങ്ങനൊന്നുമില്ല. നിനക്കിത് എന്നാ പറ്റിയേ? ഒന്നുമില്ല, നീ ഒന്ന് പോയേ, എനിക്ക് കുറച്ച് സമാധാനം എന്താ. ഓഹോ, അപ്പൊ ഞാൻ നിനക്ക് സമാധാനക്കേടല്ലേ? പ്ലീസ് നീ ഒന്ന് പോയേ ജിമിനെ. ഓ, ഞാൻ പോവാം. നിനക്ക് അതാണല്ലോ വേണ്ടേ? അവൻ പതിയെ അവിടെ നിന്ന് മടങ്ങി. പോകുന്നതിന് മുന്നേ ജിമിൻ അവനെ തിരിഞ്ഞു നോക്കി. എന്താ, ഞാൻ ശരിക്കും നിനക്കൊരു സമാധാനക്കേടാണോ? വി ഒന്നും മിണ്ടിയില്ല. അപ്പോഴത്തേക്കും ജിമിൻ ഓടി വന്ന വിയുടെ കവൽ ഒരു ഉമ്മ കൊടുത്തു. പെട്ടെന്ന് വി ഒന്ന് ഞെട്ടി. പ്രതീക്ഷിക്കാത്ത സമയത്ത് തങ്ങളുള്ള ഒരു കിസ്. വി അവന്റെ പിന്നാലെ ഓടി. അങ്ങനെ കുറേ നേരം ഓടിയതിന് ശേഷം ജിമിൻ ഒരു ക്ലാസ് റൂമിൽ ചെന്ന് കയറി. അവനൊരു ഡെസ്കിൽ ചെന്നിരുന്നു. വി പിന്നാലെ വന്നു. അവനൊരു ഡെസ്കിൽ സീറ്റ് പിടിച്ചു. നീ എന്തിനാ ഇത്ര ഓടിയേ? അത് പിന്നെ നീ എന്തിനാ എന്റെ പുറകെ ഓടിയേ? ഓഹോ, അപ്പൊ നീ എന്തിനാ എന്നെ കിസ് ചെയ്തേ? അത് അത് പിന്നെ പറ. അത് സത്യം പറ, നീ എന്തിനാ എന്നെ കിസ് ചെയ്തേ? എന്നും പറഞ്ഞ് ജിമിൻ വീണ്ടും ഓടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും വി ജിമിനെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. പതുക്കെ ഒന്നുകൂടി ചോദിച്ചു. പക്ഷെ ആ ചെറിയ സമയം കൊണ്ട് തന്നെ ജിമിൻ വിയെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. പതുക്കെ അവനോട് ചോദിച്ചു, അതെന്താ, എനിക്ക് എന്റെ ചെക്കനെ കിസ് ചെയ്യാൻ പാടില്ലേ? വി ഒരു ഞെട്ടലോടെ ജിമിനെ തന്നെ നോക്കി. എന്തിനാ നോക്കുന്നേ? ആൻസർ പറ. നിനക്ക് കിസ് ചെയ്യാനൊക്കെ ആളുണ്ടല്ലോ, ഞാനെന്തിനാ? ഓ, അപ്പൊ അങ്ങനാണ്. എന്നാ പിന്നെ ഞാനൊന്ന് കിസ് ചെയ്തിട്ട് വരാതെ. കൊല്ലം പന്നി നിന്നെ. എടാ പട്ടി, നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ പോരെ. എനിക്കോ നിന്നെയോ? ഒന്ന് പോയടാ. നീ എങ്ങോട്ടീ ഓടാൻ നോക്കുന്നേ? ഞാൻ ഓടിയൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി പറ, എന്തോന്ന് പറയാനാടാ? എടാ പൊട്ട, നിനക്കെന്നെ ഇഷ്ടമാണോന്ന്? എനിക്കിഷ്ടമല്ല. ഇത് പറഞ്ഞതും ജിമിൻ വിയെ ചേർത്ത് നിർത്തി. നീ ഇതെന്താ ചെയ്യുന്നേ? നിണ്ടല്ലേ തെണ്ടി എന്റെ ഫസ്റ്റ് കിസ് ആണോ? അയിനാ? എന്നായാലും നിന്നെ ഞാനേ കിട്ടും. പിന്നിപ്പെന്നാ കുഴപ്പം? ഓഹോ, എന്നാ പിന്നെ ഇത്രയായ സ്ഥിതിക്ക് നീ തന്നെ കിട്ടിക്കോ. എന്തോ, എങ്ങനെ പറയടാ? ഐ ലവ് യു പറയടാ. ഐ ലവ് യു. ലവ് യു ടു ഞങ്ങൾ പറഞ്ഞാ മതിയോ? അത് മറ്റാരും ആയിരുന്നില്ല, ഹോബിയും മിയയും ജയയും ആയിരുന്നു. എടാ കള്ളന്മാരെ, ഒരു വാക്കിനോട് പറഞ്ഞോ? ഓ പിന്നെ നീ കുറെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ കൺഗ്രാറ്റ്സ് അളിയന്മാരെ.
ഓടാ. അയ്യേ, രണ്ടിന്റെ ഓഞ്ഞ നാണം കണ്ടില്ലേ? ഷേ വാട്ടെ ക്രിഞ്ച് കപ്പിൾ. നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഇന്നത്തെ ഞാൻ ഗ്രൗണ്ട് വരെ പോയി. സൗണ്ട് കേട്ട ദിശയിലേക്ക് അവരെല്ലാവരും നോക്കി. ഹേ ഗായ്സ്, ഇങ്ങോട്ട് നോക്കൂ. ഇതാണ് എൻ്റെ ഒരേ ഒരു ബ്രദർ, പേര് ജങ്കുക്ക്. ഇനി ചെസ്റ്റ് നമ്പർ 2 മിയ, ഒന്ന് പരിചയപ്പെടുത്തിക്കേ. പ്രത്യേകിച്ചൊന്നുമില്ല, ഇവൻ എൻ്റെ ബോയ് ഫ്രണ്ടാ. അങ്ങനെ ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അളിയാ. ആരാ? അളിയാ, ഞാനാ അളിയാ. ഞാൻ ഒന്ന് പറഞ്ഞില്ലേ, ഇതാ ആള്. അപ്പൊ ഇതാ എന്റെ അളിയൻ. അവർ തമ്മിൽ ഹഗ് ചെയ്തു. ഇപ്പൊ നിന്റെ എല്ലാ പ്രശ്നവും മാറിയോ? പിന്നെ ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. അങ്ങനെ എല്ലാവരും ഹാപ്പി. എല്ലാവരും അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുന്നതും കാണിച്ച് ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു.